നമ്മൾ ഇന്ന് ഒരു മാനസി കട്ട് നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ ഒരു നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് കിട്ടിയത്, ഇത് ഞാൻ ആദ്യം വരച്ചെങ്കിലും നമ്മൾ വീഡിയോ ഓണാക്കാൻ വിട്ടുപോയി. അപ്പോൾ ദാ ഇതിങ്ങനെ രണ്ട് അറ്റം അല്ലേ, ഒരു തുണി എടുക്കുമ്പോൾ നമ്മൾ മടക്കാൻ വേണ്ടിയിട്ട് രണ്ടറ്റം പിടിക്കുന്നത് പോലെ ഒരുമിച്ച് പിടിച്ച് ഇതിങ്ങനെ ഒപ്പം വരുത്തുക. അപ്പം നമ്മുടെ ഈ അറ്റത്ത് വന്നു. ഇത് ഓപ്പൺ ഇല്ലാത്ത വശം. ആ ഓപ്പൺ ഇല്ലാത്ത വശം രണ്ടെണ്ണം ഒരുമിച്ചാക്കുക. അതായത് തുണി രണ്ടായിട്ട് മടക്കിയപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി അതിനെ ഞാൻ അങ്ങോട്ടേക്ക് മടക്കിയിട്ടു. കണ്ടോ, ഇപ്പൊ ഇവിടെ ഈ ഓപ്പൺ ഉള്ളത് നാല് പീസ് നമുക്ക് കിട്ടിയാണ്. ഈ 4 പീസ് ഉള്ള വശം അങ്ങോട്ടേക്ക് ഇട്ട് ഒപ്പം ഇങ്ങനെ മടക്കിയിടുക. അപ്പൊ അതില് ഓപ്പൺ ഇല്ലാത്ത ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളുടെ എന്നോട്, അതായത് ഞാൻ ഈ വശത്താണല്ലോ നിൽക്കുന്നത്, അപ്പൊ അങ്ങോട്ടേക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് ഈ രീതിക്കാണ് കേട്ടോ. ഇതുപോലെ ഇത് ഓപ്പൺ ഇല്ലാത്ത വശം, അത് മുകൾ ഭാഗത്ത് വരുത്തി. ഇനി ഓപ്പൺ ഉള്ള താഴ്വശം നമ്മൾ താഴേക്ക് നീളത്തിലിട്ടു. ഇനി നമുക്ക് മാനസി കട്ട് നൈറ്റിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തണം. അപ്പൊ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഞാനിപ്പോ ഒരാളുടെ മെഷർമെന്റിലാണ് ചെയ്യുന്നത്. അപ്പൊ മെഷർമെന്റ് നമുക്ക് ഷോൾഡർ കിട്ടിയിരിക്കുന്നത് 15.5 ഇഞ്ചാണ്. അപ്പൊ 15 എന്ന് പറയുമ്പോൾ 7.25 ഇഞ്ചാണ് കിട്ടുക അല്ലേ. 7 നും 14, 15, 15.5. ഇങ്ങോട്ട് വന്നാൽ 16 ആവും 8ലേക്ക് വരുമ്പോൾ. അപ്പൊ 7.25 ഇഞ്ചാണ് ശരിക്കും അവരുടെ ഷോൾഡർ. ഈ ഷോൾഡറിൽ നിന്നും ഞാൻ നൈറ്റിക്ക് ബാക്കിൽ നിൽക്ക് നമ്മൾ ചെറുതല്ലേ എടുക്കുക, ആ ചെറുത് എടുക്കുന്നത് കൊണ്ട് ഒരു 3 ഇഞ്ചൊക്കെ എടുക്കുള്ളൂ. അപ്പൊ ഞാൻ 3/4 ഇഞ്ച് കുറച്ചാണ് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്തത്. ഇതല്ല എനിക്ക് വേണ്ടത്, ഇതാണ് വേണ്ടത്. 3/4 ഇഞ്ച് ഞാൻ കുറച്ച് മാർക്ക് ചെയ്തു. അപ്പൊ 7 ഇഞ്ച് കറക്റ്റ് കിട്ടി. ആ 7 ഇഞ്ച് താഴെ നിന്ന് ഒരു ഏകദേശം താഴേക്ക് ഇറക്കിയിട്ട് 7 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. അതിനുശേഷം ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് 7 ഇഞ്ച് ഈ ലൈനിലാണ് വരുന്നതെന്ന് മനസ്സിലായി. ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് വണ്ണം അടയാളപ്പെടുത്തണം. വണ്ണം നമുക്ക് 36 ഇഞ്ചാണ് അവരുടെ വണ്ണം. അപ്പൊ ആ 36 ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി. 4 ഭാഗം എങ്ങനെ 4, 9, 36. എന്നിട്ട് 9 ഈ 9ലേക്ക് ഇതിന്റെ നടുഭാഗത്ത് നിന്ന് ഇതുപോലെ ഒരു കർവ് വരക്കുക. അല്ലോ, ഇവിടെ കിട്ടി. ഒരു കർവ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതിന് സെന്റർ നോക്കിയിട്ട് ചെയ്താലും മതി. 7 ഇഞ്ച്, ഈ 7 ഇഞ്ചിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇത് ഇങ്ങോട്ടേക്ക് മടക്കി 7 ഇഞ്ചിൽ എത്തിച്ചാൽ അതിന്റെ സെന്റർ കിട്ടും. കണ്ട, അപ്പൊ ഇവിടെ നിന്നാണ് ഞാൻ കർവ് വളച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ നൈറ്റിക്ക് യോക്ക് വശം ഉണ്ടല്ലോ, അപ്പൊ ആ യോക്ക് പോർഷൻ, അതായത് നമ്മളൊരു കട്ടിങ് നൈറ്റി, പ്ലീറ്റഡ് നൈറ്റി ആണല്ലോ ചെയ്യുന്നത് മാനസി കട്ടില്. അത് നെക്കിലാണല്ലോ നമ്മൾ മാനസി കട്ടായിട്ട് ചെയ്യണത്. അപ്പൊ നമുക്ക് യോക്കിന്റെ ലെങ്ത് നോക്കണം. യോക്ക് ലെങ്ത് ഇവിടെ നമുക്ക് 10 ഇഞ്ചാണ് എടുക്കുന്നത്. 10ഓ 10.5 എടുക്കാട്ടാ, കയ്യിൽ തുമ്പൊക്കെ വേണ്ടേ. അപ്പൊ 10.5 അടയാളപ്പെടുത്തി. ഇനി ഈ 10.5യിലേക്ക് ഈ പോയിന്റിൽ നിന്നും ഒന്ന് ചെരിച്ച് കണ്ടോ, ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തണം. അതായത് ഒരു കർവ് പോലെ ഇങ്ങോട്ടേക്ക് മുട്ടിക്കണം. അത് നമ്മൾ ചോക്ക് വെച്ച് അമർത്തി വരയ്ക്കാതെ പതുക്കെ ഇങ്ങനെ ഡോട്ട് ഇട്ട് പോയാൽ മതി. അപ്പൊ ഒരു ഷേപ്പ് കിട്ടിയില്ല നമുക്ക്. ഇത് നമ്മൾ ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം.
അപ്പൊ ഇത് എത്രയാണ് കട്ട് ചെയ്തതെന്ന് നമുക്ക് ഓർമ്മ കിട്ടണം കേട്ടോ. അതായത് തയ്യൽ തുമ്പ് കഴിച്ചിട്ട് എത്ര കിട്ടുമെന്ന് നോക്കണം. 9.5 ഇവിടെ കിട്ടുക. തയ്യൽ തുമ്പ് കഴിച്ച് 9.5. ഇവിടെ 1/2 ഇഞ്ച്, ഇവിടെ 1/2 ഇഞ്ച് കണ്ടോ. അപ്പൊ 9.5 നമുക്ക് ഈ ഒരു പോർഷൻ വെട്ടി വെച്ചിരിക്കുന്നത് ഫുള്ളായിട്ട്. ഈ 9.5 കഴിഞ്ഞുള്ള പോർഷനാണ് നമുക്ക് താഴേക്ക് നീളമാണ് നമുക്ക് ഈ നൈറ്റിക്ക് വേണ്ട നീളം എന്ന് പറയുന്നത്. അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോ മാറ്റി. ഇനി നമുക്ക് സ്ലീവ് ലെങ്ത് കട്ട് ചെയ്യണം. സ്ലീവ് ലെങ്ത് 7.5 ആ 7.5 നമുക്ക് ഇവിടെ നിന്നും അടയാളപ്പെടുത്താം. ഇത് തേര് വശമാണ് കേട്ടോ. തേര് വശം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അഴിഞ്ഞൊന്നും പോകില്ല തുണി. ഇനി നിങ്ങൾക്ക് മടക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് വിട്ടുകൊടുക്കണം. ഇതിപ്പോ ഞാൻ മടക്കി അടിക്കുന്നില്ല, ഇതുപോലെ തന്നെയാണ് വെക്കണത്. അപ്പൊ ദാ ഇതുപോലെ ഒപ്പം വെക്കുക. എന്നിട്ട് 7.5 ഇഞ്ച് ഇവിടെ കിട്ടണം. നമുക്ക് ടോട്ടൽ ലെങ്ത് 7.5 കിട്ടണമെങ്കിൽ ഇതിങ്ങനെ വന്നു. അപ്പൊ ഇനി നമുക്ക് ഇവിടെ തയ്യൽ തുമ്പ് ഞാൻ മടക്കി അടിക്കാത്തത് കൊണ്ട് വേണ്ട, ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ ടോട്ടല് 8 ഇഞ്ച് നമുക്ക് വേണം. 8 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി ഇതിന്റെ വണ്ണം അവർക്ക് 12 ഇഞ്ച് മതി. പിന്നെ നമുക്ക് എത്രയാണോ ഇഷ്ടം അതുപോലെ തയ്യൽ തുമ്പ് കൊടുക്കാം. ഞാനിപ്പോ 1.5 ഇഞ്ച് കൊടുത്തു. ഇനി ഈ 8 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തില്ലേ, ആ 8 ഇഞ്ച് കുറച്ച് താഴേക്ക് അടയാളപ്പെടുത്തുക. 8 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തണ്ട, ഇങ്ങനെ പിടിക്കുക. ഇപ്പൊ ഇവരുടെ വണ്ണം 36 ആയതുകൊണ്ട് ഞാൻ ഒരു 3.5 ഇഞ്ചില് ഒരു മാർക്ക് കൊടുക്കുകയാണ്. ആ മാർക്കിൽ നിന്നും ഇങ്ങോട്ടേക്ക് 36 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കാം. അതായത് 9 ഇഞ്ച്. 36 എന്ന് പറഞ്ഞാൽ 4 ഭാഗം കേട്ടാ, 9. ആ 9 ഇഞ്ച് ഇവിടെ കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കണം. അതാ ഇതുപോലെ 8 ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ട് 3.5 ഇവിടെ കിട്ടിയില്ലേ, ആ 3.5 ഇങ്ങോട്ടേക്ക് ഒന്ന് ചെരിച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇവിടെ നിന്ന് നേരത്തെ ചെയ്ത പോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങോട്ടേക്കും ഡോട്ട് ഇട്ട് ഇവിടെ മുട്ടിക്കുക. കണ്ടോ. അപ്പൊ ഈ 9.5 ഇവിടെ വന്ന് നമ്മൾ തയ്യല് ഇവിടെ വന്ന് നിൽക്കില്ല. ഇതിന്റെ ഒരു ഇഞ്ച് മുകളിലായിട്ടൊക്കെ വരും നമ്മുടെ തയ്യല്. അപ്പൊ ഇങ്ങനെ വരും കൈ. കണ്ടോ. അപ്പൊ നമ്മൾ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബിഗിനേഴ്സ് ആയാലും അല്ലെങ്കിലും ഇത്തിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഞാൻ ഇത്രയും ഇട്ടിട്ട് നമ്മൾ ഇവിടെയായിരുന്നു 9 ഇഞ്ച് കിട്ടിയത്, അതുകൂടെ 1/2 ഇഞ്ച് കൂടി കൂട്ടി ഞാൻ കൂടുതൽ അടയാളപ്പെടുത്തി. ഇതാണ് സ്ലീവ്. ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് പോകാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് നൈറ്റിക്കൊക്കെ ഇങ്ങനെ നേരിട്ടൊന്നും കട്ട് ചെയ്ത് പോകരുത്. നമ്മൾ ഈ ലൈനിലൂടെ മാത്രം കട്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വല്ല ക്രോസ് പീസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടാനുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോകണേണ്. കട്ട് ചെയ്തെടുക്കണേക്ക് മുന്നേ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ലൈൻ നേരെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. മനസ്സിലായോ. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത ഈ പോർഷനില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ സ്കെയിൽ വെച്ച് അങ്ങോട്ട് വരച്ചാൽ മതി. എന്നിട്ട് അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിന്റെ ഈ സെന്റർ ഭാഗത്ത് ഒരു നോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യും. ഇതാണ് സ്ലീവ്. അപ്പൊ അതിനും സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ക്രോസ് പീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നൈറ്റി ബിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും സേവ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് തയ്ച്ചു വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുറവുകൾ വരും. അപ്പൊ ഇതിപ്പോ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനിയാണ് നമുക്ക് ലെങ്ത് എടുക്കേണ്ടത്. ലെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടോട്ടൽ ലെങ്ത് ഈ ആൾക്ക് വേണ്ട ടോട്ടൽ ലെങ്ത് 51 ഇഞ്ചാണ്. ആ 51 നമ്മൾ യോക്കിന്റെ പോർഷനിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണല്ലോ നമ്മൾ യോക്ക്. ആ യോക്ക് നമുക്ക് ടോട്ടൽ 10.5 ഇഞ്ചാണ്. ആ 10.5
നമ്മൾക്ക് 1/2 ഇഞ്ച് ഇവിടെ കുറയും ഇല്ലേ? അതുപോലെ ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. അങ്ങനെ അപ്പം ഈ ഈ തയ്യൽ തുമ്പും ഈ തയ്യൽ തുമ്പും 9.5 ഇഞ്ച്. ആ 9.5 നമുക്ക് ആവശ്യമുണ്ട്. ആ 9.5 മുതൽ പിന്നെ നമ്മളുടെ ഈ സ്കേർട്ട് പോർഷൻ ഉണ്ടല്ലോ, അപ്പം ഇവിടെയും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. അപ്പം ആ തയ്യൽ തുമ്പിൽ കൊണ്ടുവന്ന് 9.5 വെക്കണം. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇവിടെയാണല്ലോ വരിക. അപ്പം അവിടെ നിന്നും 9.5യിൽ നിന്നും ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇങ്ങനെ വെച്ച് നോക്കുക. 51 ഇഞ്ച് ഇവിടെയാണ് വരിക. ഈ 51 ഇഞ്ച് ലെങ്ത് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ്. ഈ വരച്ചത് മടക്കി അടിക്കാനുള്ളതാണ്. നമുക്കിനി തയ്യൽ തുമ്പ് വേണം. തയ്യൽ തുമ്പ് നമുക്ക് ഇത്രയും തുണി ബാലൻസ് ഉള്ളതിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ മടക്കി അടിക്കാം. അപ്പൊ ഞാനിപ്പം ഏകദേശം 2.25 ഇഞ്ച് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. നിങ്ങൾക്ക് 1 ഇഞ്ച് മതി. 1 ഇഞ്ച് മടക്കി അടിക്കാനായിട്ട് ചെറുതായിട്ട് ഇങ്ങനെയാണ് മടക്കി അടിക്കുന്നെങ്കിൽ 1 ഇഞ്ച് കൊടുത്താൽ മതി. ഇതിപ്പോ ഞാൻ ഇത്തിരി വലുതാക്കി മടക്കി അടിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത്തിരി കൂടുതൽ എടുത്ത് അപ്പൊ ഞാൻ സോറി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കട്ടിങ് വീഡിയോയിൽ വന്നു എന്ന് വിചാരിച്ചു. നമ്മൾ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതൊന്നുകൂടി നെക്ക് കട്ട് ചെയ്യുന്ന വിധം പറഞ്ഞു തരാം. നമ്മളപ്പോൾ യോക്ക് ഇതുപോലെ ഒരു പീസാണല്ലോ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരുന്നത്. അത് ഞാൻ ഇതുപോലെ പേപ്പറിൽ കാണിച്ചു തരാം. ഈ അളവിൽ തന്നെ നമ്മൾ ഇതാണ് നമ്മളുടെ യോക്ക് പോർഷൻ എന്ന് കരുതുക. അപ്പൊ ആ ഒരു യോക്ക് പോർഷൻ ആണല്ലോ ഇത് നമ്മുടെ ബാക്ക് പീസാണ്. ബാക്ക് പീസിൽ നമ്മൾ ഇതുപോലൊരു പോർഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ശരിക്കും കറക്റ്റ് ബാക്ക് പീസ് വന്നിട്ടുണ്ട്. അതില് താഴേക്ക് ഇവിടെ നിന്നും താഴേക്ക് ബാക്ക് നെക്ക് ലെങ്ത് 3 ഇഞ്ചാണ് എടുത്തത്. 3 ഇഞ്ച് എടുത്തു. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയത്. 2.5 ഇഞ്ചിൽ എന്നിട്ട് നമ്മളൊരു ബോക്സ് വരച്ചു. അതിനുള്ളിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തു. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റി. ഇതാണ് നമ്മൾ ബാക്ക് പീസിൽ ചെയ്തത്. ഇനി ഫ്രണ്ട് പീസ് ഇതാണെന്ന് വിചാരിക്കുക കേട്ടോ. ആ അളവ് തന്നെയാണിത്. അപ്പൊ ഞാൻ അത് കട്ട് ചെയ്ത് മാറ്റിയത് നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ വന്നില്ല. അപ്പൊ ഞാനതൊന്നുകൂടി ഇതിൽ കാണിച്ചു തരാം. അപ്പൊ ഇത് ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. ഇത് ഫ്രണ്ട്. ആ ഫ്രണ്ടില് നമ്മൾ ഇവിടെ ഫോൾഡ് ചെയ്ത ഭാഗമാണ്. ഇവിടെ ഓപ്പൺ. ഇത് കൈക്കുഴി. ഇനി നമുക്ക് ഇവിടെ നിന്നും 2.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് നീക്കി മാർക്ക് ചെയ്യണം. 2.5. എന്നിട്ട് ഇവിടെ നിന്നും താഴേക്ക് 6.5 മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. 2.5. ഇവിടെയും 2.5, ഇവിടെയും 2.5. എന്നിട്ട് ഇവിടെ നിന്നും മുകളിൽ നിന്നും താഴേക്ക് 6.5 കിട്ടും. ഈ 6.5ക്ക് ഇവിടെ നിന്നും മുകളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് ഇത്ര. ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഈ 2.5 എടുത്തില്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5. ഈ 2.5 ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ നേരെ ഇങ്ങോട്ടല്ലേ വരിക. അപ്പൊ ഈ 2.5 ഇവിടെ അടയാളപ്പെടുത്തി. 2.5. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പുറത്തേക്ക് ഒരു 1.5 ഇഞ്ച് കൂടി അടയാളപ്പെടുത്താം. 1.5, 1.25. 1.25 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തിയത്. എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒന്ന് കർവ് ചെയ്യുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ. ഇനി 1.25 അല്ല 1.5 ആയാല് ഇങ്ങോട്ടേക്ക് നീക്കണം കേട്ടോ.
അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പം ഇങ്ങനെയാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ പോർഷനിൽ നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്ത് ഇവിടെ നിന്നും കുറച്ചൊന്ന് ഉള്ളിലേക്ക് 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഈ പീസിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ? എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഷേപ്പിൽ ഇങ്ങോട്ടേക്കും കട്ട് ചെയ്യുക. ഇത് നെക്കാണ്, ഇത് ആവശ്യമില്ല, നെക്ക് കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് രണ്ടും ആവശ്യമുണ്ട്. അപ്പൊ ഈ പോർഷനാണ് ഇത് രണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫോൾഡ് ചെയ്ത ഭാഗം ഇരിക്കുന്നു. ആ ഫോൾഡ് ചെയ്ത ഭാഗമാണ് ഇത്. കണ്ട, ഇങ്ങനെ ഇരിക്കും. അപ്പൊ അത് നമ്മൾ വിടർത്തി കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. കണ്ട, ഇനി ഈ പോർഷനാണ് നമുക്ക് ഇത് രണ്ടെണ്ണം ഇതിന് മുകളിൽ വെച്ച് കാണിച്ചു തരാം. ഇത് ഈ ഭാഗമാണ് കേട്ടോ, ഇതുപോലത്തെ. കണ്ടോ? ഇതിന്റെ മറ്റൊരു വശമാണ് ഇത്. അപ്പൊ ഇത് ഫ്രണ്ടില് ഇതുപോലെ വരും. കണ്ടോ? അപ്പൊ ഇത് രണ്ട് വശം ഉണ്ടെങ്കിലാണ്, ഇതിപ്പോ ഞാനൊരു പേപ്പറിൽ കാണിച്ചു തന്നതാണ്. ഇതാണ് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് പോയ പീസ്. കണ്ടോ? അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ അതുപോലെ വീഡിയോയിൽ മിസ്സായ ഒരു പോർഷൻ കൂടി ഉണ്ട്, അതുകൂടി ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തില്ലേ, അതിൽ കട്ട് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുകൂടി ഇവിടെ ഇങ്ങനെയാണ് ഇരുന്നിരുന്നത്. അതായത് ഫ്രണ്ട് ഭാഗം കേട്ടോ, ഫ്രണ്ട് മുകൾ ഭാഗം, നമ്മുടെ സ്കേർട്ടിന്റെ മുകൾ ഭാഗം. ഇത് നമ്മളുടെ നോട്ടിട്ട വശം കേട്ടോ. ഇവിടെ ഒരു നോട്ടിട്ട് കൊടുക്കണം, രണ്ടിന്റെ സെന്റർ. എന്നിട്ട് ഇതിങ്ങനെ ഇരിക്കൂലേ നമ്മളുടെ, അതില് ഈ 1.5 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3.5 ഇഞ്ചില് ഞാൻ ഒരു മാർക്ക് കൊടുത്തു. എന്നിട്ട് അതിങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി. ഇങ്ങനെ കൂടി ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ്, നൈറ്റിയുടെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ് വേണ്ടത്. അപ്പം ഇത് നമ്മുടെ സ്കേർട്ട് പോർഷൻ ആണ്. പിന്നെ ഇത് സ്ലീവ് കട്ട് ചെയ്തത്. പിന്നെ ഇത് ബാക്ക് പീസാണ്, അതിൻ്റെ നെക്ക് കട്ട് ചെയ്തത്. പിന്നെ ഇത് നമ്മൾ 3 എണ്ണം ഉണ്ടാവും. ഫ്രണ്ട് പീസ് ഒരെണ്ണം ഇത് സെൻറ്റർ പോർഷൻ. അപ്പോൾ അവിടുന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത നെക്കാണ് ഇത്. അപ്പം നമുക്ക് ഇത്രയുമാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ളത്. അപ്പം ഇനി ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അടുത്തതായിട്ട് ഇടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.